ഗ്ലോറി ടു ഗാഡ്. വീണ്ടും ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പാകെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി കർത്താവിനെ അയച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനെ കേൾക്കുവാൻ പ്രാർത്ഥനയോടും ആകാംക്ഷയോടും വിശ്വാസത്തോടും പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ ജീവൻ്റെ ഉടയവനാകുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വചന കേൾവിയാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതവും നന്മ നിറഞ്ഞതും സ്വൈര്യവും സ്വസ്ഥതയുമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദിവസവും 2 നേരവും നടക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെയും കോൾസിലൂടെയും അറിയിക്കേണ്ട നമ്പർ ഇതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നത്, ആത്മീയ വളർച്ച പ്രാപിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചുരുക്കമായി സംസാരിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ, ദാഹത്തോടെ, സമർപ്പണത്തോടെ നിങ്ങൾ ഈ തിരുവെഴുത്ത് കേൾക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹാകരം നമുക്ക് വേണ്ടി ഇറങ്ങുകയും നമ്മെ ലിഫ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു, എന്നെ എൻ്റെ കർത്താവ് ഉയർത്തണമെങ്കിൽ ഞാൻ ഒരു ആത്മീയ വളർച്ച പ്രാപിക്കണം? അതേ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ സത്യങ്ങളിലൊന്നാണ്, ഒരുവൻ ജീവിതത്തിൽ വളരണമെങ്കിൽ, ഒരുവൻ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, ഒരുവൻ്റെ ജീവിതം സ്വൈര്യവും സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞതാകണമെങ്കിൽ അവന് സമ്പത്തുണ്ടായാൽ പോരാ, അവൻ്റെ സമ്പദ്ഘടന വളർന്നാൽ പോരാ, അവൻ്റെ അസറ്റുകൾ വളർന്നാൽ പോരാ, അവൻ്റെ ബുദ്ധി വളർന്നാൽ പോരാ, അവൻ്റെ ബന്ധങ്ങൾ വളർന്നാൽ പോരാ, അവൻ ആത്മീയമായി വളരുക തന്നെ വേണം. ആത്മീയമായി വളർന്ന ഒരുവനാണ് ഞാൻ ഈ പറഞ്ഞ അസറ്റുകൾ ഉള്ളതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതെങ്കിൽ അവനുള്ളതിൽ അവൻ തൃപ്തനും അവനുള്ളത് ശാശ്വതവുമായിരിക്കും. അതായത് അവനുള്ളതിന്മേൽ ഒരു ദൈവിക സംരക്ഷണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണത്. ഒരുവൻ ആത്മീയ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവനെ എല്ലാ നിലകളിലും ഉയർത്താനും വളർത്താനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന താങ്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് താങ്കൾ എല്ലാറ്റിലും വളരണമെന്നുള്ളതാണ്. അതേ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒരുവൻ വളരുന്നതിൽ മറ്റൊരുവന് കണ്ണുകടിയും അസൂയയും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ പറയുന്ന ഞാനും കേൾക്കുന്ന താങ്കളും വളരണമെന്ന് ആഴമായി ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ! ഇന്ന് ആ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തിനകത്ത്, സുഹൃത്തെ, നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷണങ്ങളുമുണ്ട് എന്ന് ഞാൻ ആത്മനിറവോടെ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഞാനൊരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിലിരുന്നാണ് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കറിയാം കർത്താവ്
ഇതിന്ന് ഈ സന്ദേശം എനിക്ക് തന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ വളർച്ചയെ തടയുന്ന അവസ്ഥകളെ ദൈവം റദ്ദ് ചെയ്യാനായി പോകുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന ആർക്കും തന്നെ മുരടിച്ചു പോകണമെന്ന ഒരാശ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന ആർക്കും തന്നെ വളരുന്ന അത്രയൊക്കെ വളർന്നാൽ മതി എന്ന ഒരു കാഴ്ചപ്പാടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിളിച്ചു പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളെ വളരാൻ അനുവദിക്കാതെ, താങ്കളെ ഉയരാൻ അനുവദിക്കാതെ, താങ്കൾ കേൾക്കുന്ന വചനത്തിൽ നിന്ന് താങ്കളെ മാറ്റിക്കളയുകയും താങ്കൾ ആർജിക്കുന്ന ദൈവശക്തിയെ ചോർത്തിക്കളയുകയും ചെയ്യുന്ന ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ മുൻപോട്ട് പോകാൻ വിടാത്ത തരത്തിൽ എപ്പോഴും പഴമയിലും പാരമ്പര്യത്തിലും കൊണ്ടു കൊടുക്കുന്ന അവസ്ഥകളുണ്ട്. ഇന്ന് ദൈവാത്മാവ് അതിനെ കട്ട് ചെയ്ത് മാറ്റി നിന്നെ മുമ്പോട്ട് പോകാനുള്ള ബലവും ശക്തിയും തകരുന്ന ആത്മീയ ഭോജനം നിന്റെ ഉള്ളത്തിലേക്ക് ദൈവം ഇന്ന് രാത്രി കൈമാറുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് അത് കൈമാറുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദൈവവചനത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങ്. ഇന്ന് ദൈവം നിങ്ങളുടെ വളർച്ചയെ തടയുന്നതിനെ വെട്ടിമാറ്റുകയാ. ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ചിലരെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആത്മീയ വളർച്ച? ചുരുക്കമായി പറയാം, ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, ഒരു മനുഷ്യനെ കർത്താവ് സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിലാണ്. അവൻ ജീവിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിലാണ്. എന്നാൽ അവൻ സത്യദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുമ്പോൾ മനുഷ്യാത്മാവിലേക്ക് അവനെ സൃഷ്ടിച്ച ദൈവാത്മാവിന് അനുവാദം കൊടുത്തു എന്ന് ദൈവം മനസ്സിലാക്കുമ്പോൾ, അറിയുമ്പോൾ, അവൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ മനുഷ്യാത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വാസം ചെയ്യുന്നു. അന്നു മുതൽ അവനൊരാഗ്രഹമുണ്ടാകും, എനിക്ക് ആത്മീയമായി ഒന്ന് വളരണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവവചനം കേൾക്കണം, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അവൻ ബുദ്ധിയിലും അവൻ്റെ ജഡത്തിലും ആശ്രയിക്കുന്നതിനേക്കാളും അവൻ കൂടുതലായി ആത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക് ആശ്രയിക്കുകയും ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരുവനെ നോക്കി നമുക്ക് പറയാം, ഇവൻ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സുഹൃത്തേ, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം, എൻ്റെയും ജീവിതത്തിലെല്ലാം പല തരത്തിലുള്ള വളർച്ചകൾ മുരടിപ്പിക്കുന്ന അവസ്ഥകളും അതിനനുബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും പരാജയം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള പോരാട്ടങ്ങളും എല്ലാം തന്നെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു കാര്യം, ഈ പോരാട്ടം ഒന്നും തന്നെ ഈ ആഴ്ച തുടങ്ങിയതോ കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങിയതോ കഴിഞ്ഞ മാസം തുടങ്ങിയതോ അല്ല. പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി അന്ന് മുതൽ തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ഒന്നാണ് പോരാട്ടങ്ങളും പ്രതിസന്ധികളും പരാജയ ഭീതിയും ഭീഷണിയും എല്ലാം. എൻ്റെ ചോദ്യവും എൻ്റെ ചിന്തയും ഇതാണ്, എപ്പോഴെങ്കിലുമൊക്കെ ഈ പറയുന്ന പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലും തകർച്ചകളിലും ആശങ്കകളിലും ആകുലതകളിലും നമ്മളെ ആരെയെങ്കിലും കർത്താവ് അടിമപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചില്ല എന്ന് പറയുന്നില്ല. ഇതൊക്കെ നമ്മളെ അലട്ടി ഇല്ല എന്ന് പറയുന്നില്ല. ഇതിനെ പ്രതി നമ്മളൊക്കെ കരഞ്ഞു ഇല്ല എന്ന് പറയുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇതിനകത്ത് അടിമപ്പെട്ടു പോയോ? ഇല്ല. ഇത് ഇല്ല എന്ന് സംശയം കൂടാതെ പറയാൻ കഴിയുന്നത്
ഒരാത്മീയ പൈതലിന് മാത്രമേ ഉള്ളൂ. അവർ പ്രാർത്ഥിച്ച് വിടുതൽ നേടിക്കാണത്തില്ല. അവരിപ്പോഴും ആ പ്രശ്നങ്ങൾക്കകത്ത് അവർ പല കാര്യങ്ങൾ അവർ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അവർ വിടുതൽ നേടിയില്ലെങ്കിലും അവരിപ്പോൾ അതിനകത്ത് സഫർ ചെയ്യുന്നുവെങ്കിലും അവരതിനകത്ത് അടിമപ്പെടാതെ വണ്ണം ഓരോ ദിവസവും അവരെ ആ പ്രശ്നത്തിനകത്തുകൂടെ എങ്കിൽ പോലും പോക്കുവഴികൾ ഉണ്ടാക്കി മുൻപോട്ട് പോകാനുള്ള ശക്തി എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികളിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ആശ്രയം ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ഞാൻ ചെറിയൊരു കാര്യമല്ല നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന ആ ഒരു സീരിയസ്നെസ്സിൽ അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളിൽ പലരും കടഭാരങ്ങളുള്ളവരാണ്. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെയോ ഓരോ ദിവസവും ഓരോ മാസവും അതിനകത്തൂടെയൊക്കെ കർത്താവ് നടത്തുന്നു. പക്ഷെ ഇതുപോലെ കടഭാരമുള്ള, നമ്മളെപ്പോലെ തന്നെ തുല്യ കടഭാരമുള്ള, നമ്മുടെ അത്രയും പോലും കടഭാരമില്ലാത്ത പലരും ആത്മഹത്യ ചെയ്ത ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലവിധേനയും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മക്കളെയും കൊന്ന് മാതാപിതാക്കളും മരിച്ച ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. പക്ഷേ എന്തുകൊണ്ട് നമ്മളെയൊക്കെ ദൈവം ആ ചിന്തയ്ക്ക് പോലും ഏൽപ്പിക്കാതെ, ഷാജ് അത് നമ്മുടെ ഉള്ളിൽ വന്ന് പറയാഞ്ഞിട്ടല്ല, ശത്രു അത് നമ്മുടെ ഉള്ളിൽ വന്ന് തരാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങോട്ടേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകാതെ നമ്മൾ അതിനകത്ത് ദൈവം വിടുവിക്കുമെന്ന ഉറപ്പോടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ ആത്മീയമായി വളർത്തുന്ന, ഞാൻ ആത്മീയമായി ശക്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ ആത്മീയമായി ഉയരണമെന്നും അതിലൂടെ ഞാൻ എൻ്റെ ഭൗതികത്തെ തടയുന്ന സകലത്തെയും ജയിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയാണ് അതിനകത്ത് കിടക്കുന്നത്. നോക്കൂ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഒരാത്മീയ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ അവന് വളർച്ചയുള്ളൂ. കാരണം ചിന്തകൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സംസാരങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതാ പൗലോസ് ഇങ്ങനെ തന്നെ എഴുതിയത്: ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. അപ്പൊ സംസാരങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ശിശുവിനെ പോലെ ചിന്തിച്ചു, ചിന്തകൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ശിശുവിനെ പോലെ നിരൂപിച്ചു, നിരൂപണങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ത്യാഗത്തിന് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്ത്, ആത്മീയ ജീവിതത്തിൽ ആത്മീയ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും 1, 2, 3 3 കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുകയും 4-ാമത്തെ കാര്യത്തിൽ നിങ്ങൾ സജീവമാകുകയും ചെയ്യുക. നിങ്ങൾ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിനു വേണ്ടി നിൽക്കണമെന്നും പ്രയോജനപ്പെടണമെന്നും ഒക്കെ ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ അതിയായി ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തയും നമ്മുടെ നിരൂപണങ്ങളും കർത്താവിൻ്റെ ക്വാളിറ്റിക്കൊത്തവണ്ണമായേ പറ്റൂ. അറ്റ് എനി കോസ്റ്റ് നമുക്കങ്ങനെ ആക്കിയെടുത്തേ പറ്റൂ. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. കാരണം ബൈബിൾ തന്നെ പറയുന്നു, ഒരുവൻ പുരുഷന്റെ പദവിയിലേക്ക് കയറാതെ
പുരുഷന്റെ പ്രായത്തിലും ശൈശവാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ദൈവത്തിന് അവനെ ഹോൾഡ് ചെയ്യുന്നതിനും, ദൈവത്തിന് അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനും, ദൈവത്തിന് അവനെ അസൈൻ ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. ഗ്ലോറി ടു ജീസസ്. ഒത്തിരി ഡീപ്പായിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ടൈമില്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ആത്മീയ വളർച്ച വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഈ 3 കാര്യം നിങ്ങൾ എഴുതി വെക്കുകയും 4ാമത്തെ കാര്യത്തിൽ നിങ്ങൾ സജീവമാകുകയും ചെയ്യുക. ചിന്തകളിൽ, സംസാരങ്ങളിൽ സാത്താൻ നിന്നെ അലട്ടുന്നത് നീ ആത്മീയമായി വളരരുതെന്നുള്ളതുകൊണ്ടാണ്. ചിന്തകളിൽ സാത്താൻ നിന്നെ അലട്ടുന്നത് നീ ആത്മീയമായി പൊങ്ങി വരരുതെന്ന് അവന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. നിരൂപണങ്ങൾക്കകത്തും ഓർമ്മകൾക്കകത്തും എല്ലാം തന്നെ പിശാച് നിന്നെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നത് നീ ഒരു രീതിയിലും നീ കയറി വരരുതെന്ന് സാത്താന് നിർബന്ധമുള്ളത് കൊണ്ടും അത് അവന്റെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് അവന് വ്യക്തമായ ബോധ്യവും ഉള്ളത് കൊണ്ടുമാണ്. എന്നാൽ ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം ചിന്തകളിൽ സാത്താൻ അലട്ടുമ്പോൾ നീ അതിനെ ത്യജിച്ചു കളയാൻ തയ്യാറാകണം. നിരൂപണങ്ങൾക്കകത്ത് സാത്താൻ നിന്നെ അലട്ടുമ്പോൾ അത് കണ്ടറിഞ്ഞ് നീ അത് ത്യജിച്ചു കളഞ്ഞ് വിശുദ്ധിയോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകണം. സംസാരങ്ങൾക്കകത്ത് സാത്താൻ കയറി വരാനും നിന്റെ ഉള്ളത്തിൽ അതിനുവേണ്ടി ക്രിയകൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവനെ നീ മനഃപൂർവമായും വാക്കുകൾ കൊണ്ട് ത്യജിച്ചു കളയാൻ തയ്യാറാകണം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ മേൽ സ്വർഗീയ ശക്തി വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഓ മൈ ഗാഡ്. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും ഈ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളെ സംസാരിപ്പിക്കാൻ മറ്റ് പലരും കൂടും. നിങ്ങളുടെ വായിൽ പറയാൻ പാടില്ലാത്തത് പറയാൻ വേണ്ടി മറ്റ് പലരും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. മറ്റ് പലരുമായിട്ടുള്ള ടെലിഫോൺ കോൺവെർസേഷനിൽ കൂടെ ആയിരിക്കാം നിന്നെ കൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിപ്പിക്കുന്നത്, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിപ്പിക്കുന്നത്, നിരൂപിക്കാൻ പാടില്ലാത്തത് നിരൂപിക്കുന്നത്. നീ ഒറ്റയ്ക്ക് നിന്ന് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊള്ളണമെന്നില്ല. സാത്താൻ കൂട്ടായി വരും, കൂട്ടായി നിർത്തിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് ആത്മീയ വളർച്ചയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കും. നിങ്ങളത് വളരെ സൂക്ഷ്മമായിരിക്കുക. ഓരോ സംസാരവും ഓരോ ബന്ധങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കാത്ത ബന്ധങ്ങളെ നിങ്ങൾ കട്ട് ചെയ്ത് കളയാൻ തയ്യാറാകുക. ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കാത്ത ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. ആത്മീയ വളർച്ച പ്രാപിക്കാൻ നിങ്ങളെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി കളയുക. അതാണ് നിങ്ങളുടെ വിടുതലിന് ഏറ്റവും വേഗത കൂട്ടുന്നത്. The second one, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു അനുഗ്രഹീതമായ വചനമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. The second one is ഇന്ദ്രിയങ്ങൾ. But strong meat belong to them that are of full age, even those who by reason of use have their senses exercised to discern both good and evil. നന്മയും തിന്മയും ഇത് രണ്ടും ഒരാത്മീയൻ തിരിച്ചറിഞ്ഞിരിക്കണം. നന്മയെന്ത്, തിന്മയെന്ത്? ഞാൻ കണ്ടെടുത്തോളം നന്മ ചെയ്യാൻ ഏറ്റവും പിശുക്കുള്ള ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. എന്നാൽ തിന്മയ്ക്ക് ഏറ്റവും മുതിർന്നവരും ധാരാളികളുമായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ദൈവം അവന് നന്മ ചെയ്യാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഒരു എക്സസൈസിനെ കുറിച്ച് ഇവിടെ
ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളുള്ളവരായി. നോക്കുക, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾക്കകത്തുകൂടെ നന്മയേത്, തിന്മയേത്, ചൂടേത്, തണുപ്പേത്, കട്ടിയേത്, മാർദ്ദവമായതേത്, ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ നീ ആ ഒരു ഏജിലേക്ക് എത്തണം. ആ ഏജിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബട്ട് സ്ട്രോങ് മീറ്റ് ബിലോങ് ടു ദം that are of full age. ആത്മീയ ജീവിതത്തിൽ ഏജിങ് ഉണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ ഏജിങ് ഉള്ളതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫിൽ ഏജിങ് ഉണ്ട്. ഇന്നും 40 വർഷമായവരും 4 വയസ്സിന്റെ ഏജിങ്ങിൽ പോകുന്നവരുണ്ട്. 4 വയസ്സായവരും 40 വർഷത്തിന്റെ ഏജിങ്ങിൽ പോകുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ 4 വയസ്സുകാരന്റെ ദാഹമാണ് അവനെ 40 വയസ്സുകാരന്റെ പക്വതയിലേക്ക് എത്തിക്കുന്നത്. നമ്മളൊക്കെ 1000 വർഷം പഠിക്കേണ്ട ദൈവവചനങ്ങൾ ഈ പ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞു, പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ കേട്ടതൊന്നും തന്നെ എൻ്റെ പ്രായത്തിന് പക്വത കൂട്ടുന്ന നിലവാരങ്ങളിൽ ഉപയോഗിക്കാൻ എനിക്ക് കഴിയാത്തതിൻ്റെ കാരണം ചില സ്വാർത്ഥ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം തിരുവെഴുത്തുകളിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കുന്നത് കൊണ്ടാണ്. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കായി. നമ്മളൊക്കെ മീറ്റ് കഴിക്കുന്നവരാണ്. ചിക്കൻ നിങ്ങളിൽ പലർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും മാംസത്തോടുകൂടെ എല്ലും കൂടെ ചവച്ചരച്ച് കഴിക്കാറില്ല. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വെട്ടി മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ ചിക്കന്റെ തലയും വെട്ടിക്കളയുന്ന കാലും കൂടെ ഇട്ടേക്കൂ എന്ന് പറയാറില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് അതിനകത്തുള്ള നന്മ ഏതെന്നും തിന്മ ഏതെന്നും എടുക്കേണ്ടത് ഏതെന്നും ത്യജിക്കേണ്ടത് ഏതെന്നും നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണ്. ദൈവപൈതലേ, ക്രിസ്തീയ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന എല്ലാം എൻ്റെ വളർച്ചയ്ക്കുള്ളതല്ല. പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതെല്ലാം എൻ്റെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതുമല്ല. ആത്മീയ വളർച്ച പ്രാപിക്കാനും ആത്മീയ ജീവിതത്തിൽ നീ ഇടറിപ്പോകാതെ നിലനിൽക്കണമെങ്കിലും ത്യജിക്കേണ്ടതെന്തെന്നും എടുക്കേണ്ടതെന്തെന്നും ശീലിക്കേണ്ടതെന്തെന്നും നിലനിർത്തേണ്ടതെന്തെന്നും വ്യക്തമായി അറിയേണ്ട നിലയിൽ ഒരു ഏജിങ്ങിനു വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് അതിനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കൊരു അതിശ്രേഷ്ഠമായ ശോഭനമേറിയ ഒരു ആത്മീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത്, നിങ്ങൾ ഒരിക്കലും ബുദ്ധിയിൽ ശിശുക്കളാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 Corinthians chapter 14 verse 20. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. പാസ്റ്റർ, ആത്മീയ ജീവിതത്തിൽ ബുദ്ധിക്ക് എന്ത് സ്ഥാനം? ആത്മാവിനല്ലേ സ്ഥാനം? ആത്മീയ ജീവിതത്തിൽ ആത്മാവിന് സ്ഥാനം കൊടുക്കണമെന്ന് താങ്കൾ തീരുമാനിച്ചത് താങ്കൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ,
ആരോട് എന്ത് എവിടെ വെച്ച് പറയണമെന്ന് നിങ്ങൾക്കറിയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമുക്ക് ആത്മാവ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആത്മാവില്ലാതെ നിങ്ങൾക്കൊരിക്കലും അവിടുത്തെ കാര്യങ്ങളെ ശരിയായ വണ്ണം ഡിഫൈൻ ചെയ്യാനും ശരിയായ രീതിയിൽ റെമഡി കണ്ടെത്താൻ കഴിയുകയുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ വളരെ പെട്ടെന്നൊരു തർക്കം വന്നു. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ കൂടെ സംസാരിച്ചാൽ ഇവിടെ വഴക്കുണ്ടാകും, വഴക്ക് മൂർച്ഛിക്കും. രണ്ടാമത് വീണ്ടും നീ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തോന്നും, ഞാൻ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഇയാൾ അല്ലെങ്കിൽ ഇവൾ വായടയ്ക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ ഞാനും കൂടെ രണ്ട് പറയാം. ആദ്യത്തെ ബുദ്ധി കറക്റ്റാ. രണ്ടാമത് അതേ ബുദ്ധിയിൽ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ശത്രു ആ അവസരത്തെ യൂസ് ചെയ്യും. സോ ആദ്യത്തെ ബുദ്ധിയിൽ നിങ്ങൾ ഞാനും കൂടെ, അത് നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കുള്ള ജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്, ഞാനും കൂടെ സംസാരിക്കരുത്. സെക്കൻഡ് വൺ, നിങ്ങൾ ബുദ്ധിയിൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് സ്പിരിറ്റിലാണ്. ആത്മാവിൽ നിറവുള്ളവന് മാത്രമേ ആത്മസംയമനം പാലിക്കാൻ പറ്റത്തുള്ളൂ. അകത്തിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ അകത്തു നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി പൂർണ്ണമായിട്ടും എല്ലാ ആത്മീയ വസ്ത്രങ്ങളും മാറ്റിക്കൊണ്ട് ജഡത്തിൽ അവർ നിൽക്കുമ്പോൾ, ജഡത്തിൽ സംസാരിക്കുന്നു, ജഡത്തിൽ അവർ പ്രതികരിക്കുന്നു, ജഡത്തിൽ അവർ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഒരാത്മീയ വസ്ത്രധാരിയായി നിൽക്കുന്ന സമയം നിങ്ങൾ അതിനകത്തെടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഞാൻ ആത്മാവ് കൊണ്ട് എതിരെ നിൽക്കുന്നവന്റെ സ്പിരിറ്റിനെ വെട്ടണം. Come on. ഇന്ന് മുതൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകുക. നിങ്ങളോട് കയർക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആത്മീയനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആള് ഭയങ്കര അന്യഭാഷയ്ക്ക് ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയായിരിക്കാം. ആൾക്കറിയാത്ത ചേർച്ച് കാണത്തില്ല, ആൾക്കറിയാത്ത ദൈവദാസന്മാരും പ്രോഫറ്റും കാണത്തില്ല. പക്ഷേ ഒരവസ്ഥ വന്നപ്പോൾ അവരെക്കാൾ മോശം നിലയിൽ പ്രതികരിക്കുന്ന ആൾക്കാരും ലോകത്ത് കാണത്തില്ല. എന്നാൽ താങ്കൾ അതിനൊത്തവണ്ണം മല്ല് പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരെ ഭരിക്കുന്ന ആത്മാവിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. സോ നിങ്ങൾ രണ്ടുപേരെയും ഒരു സ്പിരിറ്റ് നിയന്ത്രിക്കുകയും അതിനകത്ത് വമ്പൻ തകർച്ചകൾ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ നിങ്ങളൊരു ആത്മീയ വളർച്ച പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിയിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ സംസാരിക്കുകയില്ല, ആത്മാവ് കൊണ്ട് ആ തീരുമാനത്തെ നിങ്ങൾ ഉറപ്പിക്കാൻ തയ്യാറാകും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? ആത്മീയ വളർച്ച എന്ന് പറയുന്നത് അതൊരിക്കലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും. നിങ്ങൾക്ക് തിന്മയായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ ശിശുക്കളായിരിക്കും. അദ്ദേഹം എന്നെ ഒരു വാക്ക് പറഞ്ഞ് മുറിവേൽപ്പിച്ചെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനകം 5 വാക്ക് പറഞ്ഞ് ഞാൻ അയാളെ മുറിവേൽപ്പിക്കും. ചെയ്യല്ല. തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവരായിരിപ്പീൻ. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ വായിച്ചത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംസാരത്തിന്, ചിന്തയ്ക്ക്, നിരൂപണങ്ങൾക്ക്, ത്യാഗത്തിന് എല്ലാം തന്നെ കർത്താവ് ഒത്തിരി മാർക്കുകൾ തരുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, വചനത്താൽ ശക്തരായിരിക്കണം. ദുഷ്ടനെ ജയിക്കണമോ? നിങ്ങൾ വചനത്താൽ ശക്തരായിരിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്കെഴുതുന്നു. നമ്പർ 1, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയണം. 2, ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. 2, ദുഷ്ടനെ ജയിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ
ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, നിങ്ങൾ പിതാവിനെ അറിയണം. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വീണ്ടും അത് പറയുക 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ശക്തരാകയാലും, നെക്സ്റ്റ് വൺ, നിങ്ങൾ ശക്തരാകണം. ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും, നിങ്ങളിൽ ദൈവവചനം വസിക്കണം. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എന്ത് പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് യോഹന്നാൻ അവിടെ എഴുതിയേക്കുന്നതെന്ന് കണ്ടോ? തിരുവെഴുത്ത് ആർക്കുള്ളതാണ് ദൈവമക്കളെ? ആത്മീയ ജീവിതം ആർക്കുള്ളതാണ്? തിരുവെഴുത്തും ആത്മീയ ജീവിതവും ഒരു ദൈവ പൈതലിനുള്ളതാണ്. ആരാണ് ഒരു ദൈവ പൈതൽ? യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്. ആരാണ് ആത്മീയൻ? പ്രസംഗിക്കുന്നവനാണോ ആത്മീയൻ? പള്ളി പോകുന്നവനാണോ ആത്മീയൻ? വചനം വായിച്ചു കൊടുക്കുന്നവനാണോ ആത്മീയൻ? ഞാൻ പറയുന്നത് മൂന്നുമല്ല. തിരുവെഴുത്ത് പ്രകാരം ജീവിക്കാൻ തയ്യാറാകുകയും ആത്മാവിന് ജീവിതത്തിൽ ഇടം കൊടുക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ് ആത്മീയൻ. ആരാണ് ആത്മീയൻ? നോക്കൂ, പിതാക്കന്മാരെ. അപ്പോ അവിടെ പ്രായം മുതിർന്നവനല്ല ആത്മീയൻ. ആരാണ് ആത്മീയൻ? പിതാക്കന്മാർ എന്ന് വിളിക്കുമ്പോ അവിടെ ആത്മീയ ജീവിതത്തിൽ മുതിർന്നവരാണ്. അവിടെ ആത്മീയ ജീവിതത്തിൽ പിതാക്കന്മാരുടെ സ്ഥാനത്തിൽ നിൽക്കുന്നവർ, ആത്മീയ ജീവിതത്തിൽ മുതിരാത്തവരുണ്ടല്ലോ. എന്നാൽ ഇവിടെ യോഹന്നാൻ അഡ്രസ് ചെയ്യുന്നത്, യോഹന്നാൻ ഇത് എഴുതുന്നത് ആത്മീയ ജീവിതത്തിൽ മുതിർന്നവർക്കാണ്. ആദ്യം മുതലുള്ളവനെ അറിഞ്ഞവൻ. 2, ബാല്യക്കാരെ വിളിക്കുന്നു, ദുഷ്ടനെ ജയിച്ചിരിക്കുന്ന ബാല്യക്കാരൻ. 3, കുഞ്ഞുങ്ങളെ വിളിക്കുന്നു, പിതാവിനെ അറിഞ്ഞ കുഞ്ഞുങ്ങൾ. ഇവർക്ക് 3 പേർക്കും എഴുതുന്നു. 3 പേർക്കും എഴുതുന്നു. തിരുവെഴുത്ത് ആർക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? അതാണ് അവിടെ ആ എഴുത്തിന്റെ അർത്ഥം. ഒരാത്മീയ പൈതലെ, നിനക്ക് തിരുവെഴുത്തുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്, തിരുവെഴുത്തിലെ വാക്യങ്ങൾ പറഞ്ഞ് നിനക്ക് പ്രാർത്ഥിച്ച് കൽപ്പിക്കാൻ കഴിയുന്നത്, സാത്താനോട് കൽപ്പിക്കാൻ കഴിയുന്നത്, താങ്കൾ നിശ്ചയമായും ഒരാത്മീയ വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകുക. ആത്മീയ വളർച്ചയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഭൗതികവും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾ സെക്കൻഡറി ആക്കി വെക്കുക. പ്രൈമറി ഇമ്പോർട്ടൻസ് നിങ്ങൾ ആത്മീയ ജീവിതത്തിന് കൊടുക്കുക. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നത് ഭൗതിക ഉണ്ടാക്കാനല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നത് സമ്പന്നനാകാനല്ല. നീ ആത്മീയ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നീ സമ്പന്നനായിക്കോളും, നിന്റെ ഭൗതികമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടോളും. പക്ഷെ ഒരിക്കലും നിന്റെ ആത്മീയ ജീവിതം സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ടാകരുത്. ഗ്ലോറി ടു ജീസസ്. നിശ്ചയമായിട്ടും ആത്മീയ ജീവിതത്തിന് സമ്പത്ത് ആവശ്യമാണ്. മിനിസ്ട്രിക്ക് സമ്പത്ത് ആവശ്യമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സമ്പത്ത് ആവശ്യമാണ്. അതിലൊന്നും നോക്കരുത് നല്ല പാസ്റ്റർ പറയുന്നത്. ഞാൻ പറഞ്ഞത് ആത്മീയ ജീവിതം സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാകല്ല. ഗ്ലോറി ടു ജീസസ്. നിങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ താല്പര്യം കാണിക്കുമെങ്കിൽ, ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ താല്പര്യം കാണിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കും അതിന്. അതേ ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ പക്ഷെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാൻ. പക്ഷെ എന്നെ പലതും പുറകിലോട്ട് വലിക്കുന്നു, എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ ഡിസിഷൻസിനെ ഒക്കെ അവൻ മെതിച്ചു കളയുന്നു. എന്നെ ചിലപ്പോഴൊക്കെ എന്നെ ഒരു ജഡമാക്കി അവൻ മാറ്റുന്നു എന്നൊക്കെ വേദനയിൽ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ അവരെ നോക്കി ആത്മനിറവിൽ പറയുകയാണ്, സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക, കുറിച്ചെടുത്ത് നിങ്ങൾ ഈ വചനം വായിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ശത്രുവിനോട് എതിർത്ത് നിൽക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഒരുവൻ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് അതിന് സഹായിക്കാൻ ശക്തനാണ്. ആത്മീയ ജീവിതത്തിൽ സംസാരത്തിന് പ്രാധാന്യമുണ്ട്, ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നിരൂപണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്കവണ്ണം തികഞ്ഞ അഭ്യാസമുള്ളവരായിരിക്കണം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ കേട്ട തിരുവെഴുത്ത് പോലെ ഇവർക്ക് ജീവിതത്തിൽ ശോഭിക്കാൻ, പ്രയോജനപ്പെടാൻ, കർത്താവെ, ആത്മീയ ജീവിതത്തിൽ ഒന്ന് വളരാൻ ദൈവം ഇവർക്ക് ശക്തിയും കൃപയും ഏകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വർഗീയ ശക്തിയാൽ ഇവരെ നിറച്ച് ഇവരുടെ മുമ്പോട്ടുള്ള ഗമനാഗമനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവിക സാന്നിധ്യം ഇവരുടെ മേൽ പകർന്ന് ഇവരെ ശക്തീകരിക്കണമേ. ഒരു വളർച്ചയ്ക്കായി ഇവർ കൊതിക്കുമ്പോൾ എൻ്റെ ദൈവം ഇവരെ അതിനായി ശക്തീകരിക്കണമേ. ഇവരെ വളർത്തണമേ. ഇവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഒരു ജയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മഹത്വം അവിടുന്ന് എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ വെർച്വൽ മീറ്റിങ്ങിനെ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ കൈത്താങ്ങുകളും ഞങ്ങളുടെ മിനിസ്ട്രിയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും കൂടുതൽ അതിൻ്റെ വളർച്ചയ്ക്കായി വേഗത കൂട്ടുകയും ചെയ്യുമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം കഴിയുന്നതിന് മുന്നേ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ വെക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനാ സഹകരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, സമാധാനത്തോടെ നടത്തട്ടെ. ഗാഡ് ബ്ലസ് യു. എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ ശുഭദിനം ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.